നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. സർക്കാർ ആവശ്യത്തിന് സ്വകാര്യ കള്ള ടാക്സി വാടകയ്ക്ക് വിളിച്ചെന്നാരോപിച്ച് പത്തനാപുരത്ത് സംയുക്ത ടാക്സി ഡ്രൈവർമാർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. പുന്നല കടശ്ശേരിയിൽ വീണ്ടും കാട്ടാനശല്യം. വനാതിർത്തിയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി ആദ്യഘട്ട കുടിയൊഴിപ്പിക്കലിന് റെയിൽവേ സംഘം രണ്ടാം വട്ടവും എത്തുന്നു. ഡിസംബർ 2 സന്നാഹവുമായി എത്തുമെന്ന് റെയിൽവേ. കിഴക്കൻ വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ലെന്ന കൊട്ടാരക്കര റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ. അതേസമയം ഭീകര സംഘടനകൾക്ക് അനുയോജ്യമായ സ്ഥലമായതിനാൽ ജനം ജാഗ്രത പുലർത്തണമെന്നും റൂറൽ എസ് പി. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി ആദ്യഘട്ട കുടിയൊഴിപ്പിക്കലിന് റെയിൽവേ രണ്ടാം വട്ടവും എത്തുന്നു. ഡിസംബർ 2 സന്നാഹവുമായി എത്തുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് കുടിയൊഴിപ്പിക്കലിനെത്തിയ റെയിൽവേ സംഘം ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു. തുടർന്ന് 17 നടന്ന ചർച്ചയിൽ ജനപ്രതിനിധികൾ പുനരധിവാസത്തിന് ഡിസംബർ 31 വരെ റെയിൽവേയോട് സമയം ചോദിച്ചെങ്കിലും 10 ദിവസത്തിൽ കൂടുതൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന 5 കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചർച്ചയ്ക്ക് കഴിഞ്ഞുമില്ല. ഇതോടെ റെയിൽവേ നിർബന്ധമായി കുടിയൊഴിപ്പിക്കാൻ തീയതി നിശ്ചയിക്കുകയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തെന്മലയിലെ 5 കുടുംബങ്ങളും തങ്ങളുടെ വീടുകൾ സ്വയം ഒഴിഞ്ഞുകൊണ്ട് റെയിൽവേയുടെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറി ഷെഡുകൾ വെച്ച് താമസിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇത് അനുവദിക്കില്ലെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. ഇനിയുള്ള 8 ദിവസങ്ങൾക്കുള്ളിൽ ഈ കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ സർക്കാരിനോ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. ന്യൂസ് ബ്യൂറോ, തെന്മല. പുന്നല കടശ്ശേരിയിൽ വീണ്ടും കാട്ടാനശല്യം. വനാതിർത്തിയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. മലയോര മേഖലയിലെ കർഷകർ കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കടുത്ത ദുരിതത്തിലാണ്. പുന്നല കടശ്ശേരി മേഖലയിൽ കാട്ടാനകൾ വീണ്ടും നാട്ടിലിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ്. ബാങ്കിൽ നിന്നും മറ്റും വായ്പയെടുത്ത് കൃഷിയിറക്കിയ പാവപ്പെട്ട കർഷകർ കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ശല്യം മൂലം കടുത്ത ദുരിതത്തിലായിരിക്കുന്നു. വനപാലകരോടോ മറ്റ് ഉദ്യോഗസ്ഥരോടോ പരാതിപ്പെട്ടിട്ടും യാതൊരു ഗുണവുമില്ല. കഴിഞ്ഞ ദിവസമാണ് ഒറ്റയാൻ നാട്ടിലിറങ്ങി നാശം വിതച്ചത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മൂലം കടശ്ശേരി മേഖലയിലെ ജനങ്ങൾ കടുത്ത ഭീഷണിയിലാണ്. റബ്ബർ, തെങ്ങ്, വാഴ, കവുങ്ങ്, മറ്റു കാർഷിക വിളകൾ തുടങ്ങിയവയെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി വാർഡ് മെമ്പർ റൂബി ഗോപാലന്റെ കാർഷിക വിളകളും നശിപ്പിക്കപ്പെട്ടു. വനാതിർത്തിയിൽ നാശം വിതച്ച കാട്ടാന തിരികെ കാട്ടിലേക്ക് മടങ്ങാതെ പ്രദേശത്തു തന്നെ തമ്പടിച്ചിരിക്കുകയാണെന്നും ഇത് ഭീഷണി പടർത്തിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. കാട്ടാനയുടെ ഭീഷണിയാണ് കടശ്ശേരി വാർഡിലെ ജനങ്ങൾ. ഒരാഴ്ചക്കാലമായി കടശ്ശേരി, ഉമ്മന്നൂർ, പാലകുളം, ആയിരത്തുമണ്ണ് ഭാഗങ്ങളിലായി ഇറങ്ങി കക്കോട് ഭാഗത്തേക്ക്, ചാച്ചിപ്പുന്ന വാർഡിലെ കക്കോട് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ കാർഷിക മേഖല നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെങ്ങ്, അടയ്ക്കാമരം, വാഴ, ചേമ്പ്, പച്ചക്കറി അങ്ങനെ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ച് ആന റോഡിലിറങ്ങി മനുഷ്യന് ഭീഷണിയാകുന്നു. അപ്പോൾ ഇത് വനപാലകരും നാട്ടിലെ 100ഓളം വരുന്ന ജനങ്ങളും 2 ദിവസമായി കാട് ചുറ്റി നടന്ന് ഇതിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യം നിലനിർത്തി വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഗവൺമെൻറ് തലത്തിൽ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കിടങ്ങോ ഫെൻസിങ്ങോ ചെയ്ത് തരണമെന്നാണ്, സോളാർ ഫെൻസിങ്ങോ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. 50 വർഷത്തിന് മുൻപ് ഇവിടെയൊക്കെ അങ്ങനെയുള്ള ശല്യം ഉണ്ടായിട്ട് അതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല. ഈ യൂക്കാലി പ്ലാന്റേഷനും അൽഫിഷ്യ പ്ലാന്റേഷനും വന്നതിന് ശേഷമാണ് മനുഷ്യർക്ക് കാട്ടിലോട്ട് കയറാൻ ഒക്കാത്തതും വന്യമൃഗങ്ങളും മറ്റ് ജീവികളും നാട്ടിലിറങ്ങി മനുഷ്യന് ജീവന് വരെ ഭീഷണിയായിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെൻറ് എന്തെങ്കിലും പ്രതിവിധി ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ മതിര, കാഞ്ഞിരത്തുമൂട്, പേഴുമൂട് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. 4.5 ലക്ഷം രൂപ വീതം ചെലവിട്ടു. LED ബൾബുകൾ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ വെളിച്ചവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗവുമായിരിക്കും ഉണ്ടാവുക. 2014-15 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം പേഴുമൂട് സണ്ണി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ മുല്ലശ്ശേരി നജീം, തുമ്പമൺതൊടി രാജൻ, മാറ്റാപ്പള്ളി മുഹമ്മദ് റാഫി, കൊല്ലായിൽ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുനലൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച് ജനമൈത്രി പോലീസ്. പുതുതായി നിർമ്മിച്ച റിസോഴ്സ് സെന്ററിലായിരുന്നു പരിപാടി.
പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ശാരീരിക മാനസിക വൈകല്യങ്ങൾ നേരിടുന്നവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു കൂട്ടായ്മ. പുനലൂർ നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ ചടങ്ങിൽ അധ്യക്ഷയായി. പത്തനാപുരം താലൂക്ക് വികലാംഗക്ഷേമ സമിതി രക്ഷാധികാരിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. വികലാംഗരായ ആളുകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും വിവിധ ഏജൻസികൾ വഴി അത് നടപ്പാക്കുന്നതിനും അതോടൊപ്പം വികലാംഗരായ ആളുകൾ അനുഭവിക്കുന്ന അവരുടെ മറ്റ് അംഗവൈകല്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകളിൽ നിന്ന് അനുഭവിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ജനമൈത്രി പോലീസ് ഇത്തരത്തിലുള്ള ഒരു സെമിനാർ നടത്തിയത്. ഇത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികലാംഗർക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ കാര്യക്ഷമമായി വികലാംഗരുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുവാനും അതിൽ പോലീസ് ഈ വികലാംഗരുടെ പ്രശ്നങ്ങളിൽ ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചുകൊണ്ട് വികലാംഗരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമൊക്കെ ഇവിടെ തീരുമാനമെടുക്കുകയുണ്ടായി. നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു, പുനലൂർ എസ് ഐ ടി എസ് ശിവപ്രകാശ്, പുനലൂർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറന്റ് ഫാദർ ജോയ് സാമുവൽ, പ്രോഗ്രാം കോർഡിനേറ്റർ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ എസ് ശശിധരൻ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സർക്കാർ ആവശ്യത്തിന് സ്വകാര്യ കള്ള ടാക്സി വാടകയ്ക്ക് വിളിച്ചെന്നാരോപിച്ച് പത്തനാപുരത്ത് സംയുക്ത ടാക്സി ഡ്രൈവർമാർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. കള്ള ടാക്സികളെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. പത്തനാപുരം താലൂക്ക് ഓഫീസിന് മുന്നിലാണ് ഒരുപറ്റം ടാക്സി ജീവനക്കാർ സംഘടിച്ച് പ്രതിഷേധിച്ചത്. താലൂക്ക് ഓഫീസിലെ ആവശ്യത്തിന് സ്വകാര്യ വ്യക്തികളുടെ വാഹനം വാടകയ്ക്കെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ടാക്സി ജീവനക്കാർ പണിമുടക്കും താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും നടത്തിയത്. പ്രതിവർഷം 10,000 നികുതി ഇനത്തിലും ഇതര ഫീസുകളായും നൽകിയാണ് തങ്ങളുടെ അംഗീകൃത ടാക്സികൾ പ്രവർത്തിക്കുന്നതെന്ന് സംയുക്ത ടാക്സി തൊഴിലാളി നേതാക്കൾ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന് പ്രതിവർഷം തോറും സർക്കാരിനോട് ടാക്സി വാഹനങ്ങൾ നിരത്തിൽ കിടക്കുകയും പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പോലും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനാപുരം താലൂക്ക് ഓഫീസിൽ റവന്യൂ റിക്കവറിക്ക് വേണ്ടി പ്രൈവറ്റ് വാഹനം വിളിച്ച് റവന്യൂ റിക്കവറി പോവുകയും ടാക്സി വാഹനങ്ങൾ വിളിക്കാൻ കൊട്ടേഷൻ പോലും കൊടുക്കാതെ പ്രൈവറ്റ് വാഹനം വിളിച്ച് ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളിന്ന് വാഹനം താലൂക്ക് ഓഫീസിൽ വരികയും ഞങ്ങളതിനെ പ്രതിഷേധിക്കുകയും ചെയ്തു. അതിന് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ബില്ല് എങ്ങനെ മാറുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണം. അതിന് ടയറൊക്കെ നോക്കണം. നൂല് തെളിഞ്ഞ ടയറും കൊണ്ടാണ് ഇവിടുത്തെ തഹസിൽദാരെ കൊണ്ട് യാത്ര ചെയ്യുന്നത്. അത് ആക്സിഡന്റ് ഉണ്ടായി. ഈ ശബരിമല സീസണിൽ എത്ര ആക്സിഡന്റ് അങ്ങനെ ആക്സിഡന്റ് ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോൾ ഈ തഹസിൽദാരെ കൊണ്ടുവന്ന വാഹനത്തിന് ഒരു നല്ല ടയർ പോലും ഇല്ലാതെ അവർ ഓടുന്നു. ഞങ്ങൾക്ക് ഈ ടാക്സി വാഹനങ്ങൾക്ക് ഓടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ സാധുക്കളായ ഡ്രൈവർമാർ എന്ത് ചെയ്യും? സ്വകാര്യ കള്ള ടാക്സികൾ മൂലം തങ്ങളുടെ തൊഴിൽ മേഖല തകർന്ന അവസ്ഥയിലാണ്. അംഗീകൃത ടാക്സി തൊഴിലാളികളായ തങ്ങൾക്ക് ദിവസങ്ങളോളം ഓട്ടം ലഭിക്കുന്നില്ലെന്നും ടാക്സി ഡ്രൈവർമാർ പരാതിപ്പെട്ടു. സമ്പന്നരായ ചിലർ സ്വകാര്യ ആവശ്യത്തിന് വില കൂടിയ വാഹനങ്ങൾ വാങ്ങിയിടുകയും പിന്നീട് കള്ള ടാക്സിയാക്കി സമാന്തര സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട ടാക്സി ജീവനക്കാരെ പട്ടിണിയിലാക്കുന്ന നിയമവിരുദ്ധമായ ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും മടി കാണിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അപൂർവമായി മാത്രമാണ് കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നതെന്നും ആക്ഷേപമുണ്ട്. അംഗീകൃതമല്ലാതെ വിവാഹ വിനോദ സർവീസുകൾ നടത്തുന്ന 50ഓളം സ്വകാര്യ വാഹനങ്ങളുടെയും അവയുടെ ഉടമകളുടെയും പേരും മേൽവിലാസവും വണ്ടി നമ്പറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയെങ്കിലും അതിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ടാക്സി തൊഴിലാളികൾ തന്നെ മുന്നിട്ടിറങ്ങി ചില വാഹനങ്ങൾ തടഞ്ഞിട്ട് പോലീസിന് കൈമാറിയ സംഭവവും അടുത്തിടെ ഉണ്ടായി. ടാക്സി തൊഴിലാളികൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഓഫീസ് ആവശ്യത്തിന് സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് ഉപയോഗിക്കുന്നതായും ആക്ഷേപമുണ്ട്. അതേസമയം താലൂക്ക് ഓഫീസിലെ ആവശ്യത്തിന് സ്വകാര്യ വാഹനം ഉപയോഗിച്ചെങ്കിൽ അത് നിയമവിധേയമായി മാത്രമാണെന്ന് തഹസിൽദാർ ലംബോധരൻ പിള്ള പറഞ്ഞു. കൊട്ടേഷൻ അടിസ്ഥാനത്തിൽ തന്നെയാണ് വണ്ടി വിളിച്ചിട്ടുള്ളത്. അത് നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ചതിന് ശേഷമാണ് കൊട്ടേഷൻ നമ്മൾ ഇട്ടപ്പോൾ ഇപ്പം ഇവിടെ വേളം ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് കൊട്ടേഷൻ നൽകാമായിരുന്നു. ആരും നൽകിയിട്ടില്ല, അതിന് സമയം കൊടുത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊട്ടേഷൻ നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ചതിന് ശേഷമാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ പറയുന്ന പരാതികൾക്കൊന്നും യാതൊരു അടിസ്ഥാനം. കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ടാക്സി ജീവനക്കാർ പത്തനാപുരം മേഖലയിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പത്തനാപുരത്ത് ഓട്ടോ തൊഴിലാളികളുടെ മാതൃകാപരമായ പ്രവർത്തനം. രോഗത്തിന്റെ പിടിയിലമർന്ന 4 മാസക്കാരി കാവ്യയ്ക്ക് വേണ്ടി സമാഹരിച്ച തുക തൊഴിലാളികൾ കൈമാറി.
പത്തനാപുരം മഞ്ചള്ളൂർ മഠത്തിൽ മേലേതിൽ ഗിരീഷ് കീർത്തി ദമ്പതികളുടെ 4 മാസം മാത്രം പ്രായമുള്ള മകൾ കാവ്യ ഗുരുതരമായ ഒരു രോഗത്തിന് അടിമപ്പെട്ട് ജീവന് വേണ്ടി കേഴുകയാണ്. ശ്വാസകോശം ചുരുങ്ങുന്നതിനൊപ്പം ഹൃദയത്തിന്റെ തകരാറ് മൂലം ദിവസങ്ങളെണ്ണി കഴിയുന്ന ഈ കുഞ്ഞിന്റെ രക്ഷയ്ക്കായി ഒരുപറ്റം ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്ത് വരികയായിരുന്നു. പത്തനാപുരം തടിഡിപ്പോയ്ക്ക് സമീപത്തെ ഓട്ടോ തൊഴിലാളികളാണ് കാരുണ്യനിധി സ്വരൂപിച്ച് കാവ്യയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയത്. ഓട്ടോറിക്ഷകളിൽ വഞ്ചി സ്ഥാപിച്ചും ബക്കറ്റ് പിരിവ് നടത്തിയും ഇവർ സ്വരൂപിച്ചത് 1,10,001 രൂപയാണ്. കാരുണ്യനിധി കൈമാറ്റ ചടങ്ങിന്റെ ഉദ്ഘാടനം റവറന്റ് ഫാദർ കെ എ എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബൈജുകുമാർ നിർവഹിച്ചു. 2 രൂപ തൊട്ട് അല്ലെങ്കിൽ 10 രൂപ തൊട്ടുകൊണ്ട് 1,10,001 രൂപ ഈ കുഞ്ഞിന് കൊടുക്കാനായി സംഭരിക്കാൻ കാണിച്ച നിങ്ങളുടെ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ ഒരു നിമിഷം നമ്രശിരസ്ഥനായിക്കൊണ്ട് ഈ മഹൽ സംരംഭത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇതിനെ ചുക്കാൻ പിടിച്ച എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തുക കാവ്യയുടെ കുടുംബം ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം മുഖ്യപ്രഭാഷണം നടത്തി. കാവ്യയുടെ ജീവൻ രക്ഷിക്കാനായി ഓട്ടോറിക്ഷ തൊഴിലാളികളായ പ്രമോദ് കുമാർ, അനുരാഗ്, ബിജു, അനു എന്നിവരാണ് കാരുണ്യനിധി സ്വരൂപിക്കാൻ മുൻകൈയെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ കൊല്ലായിൽ ജംഗ്ഷനിൽ സ്ഥാപിച്ച LED ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം MBNK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടാണ് പ്ലാൻ ഫണ്ടിന്റെ കാര്യത്തിൽ, പദ്ധതി വിഹിതത്തിന്റെ കാര്യത്തിലൊക്കെ മുൻകാലങ്ങളിൽ ഏതാണ്ട് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി മാസമായി കഴിയുമ്പോൾ പ്ലാൻ കട്ട് ഏർപ്പെടുത്തുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കാരണവശാലും പഞ്ചായത്തുകളുടെ ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്താതെ അത് കൃത്യതയോടുകൂടി നൽകാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ജനകീയാസൂത്രണം 2014-15 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരം 4.5 ലക്ഷം രൂപ ചെലവിട്ടാണ് LED ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ പൊതുയോഗത്തിൽ അധ്യക്ഷനായി. കൊല്ലായിൽ സുരേഷ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തുമ്പമൺതൊടി രാജൻ, ശ്രീജ ബിജു, ഷൈല ബീവി, മുലശ്ശേരി നജീം, തലവരം ബൻസർ, കെ ശബരിനാഥ്, PL ബൈജു, ജയറാം ഐരക്കുഴി, മുഹമ്മദ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ LED ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കിഴക്കൻ വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ലെന്ന് കൊട്ടാരക്കര റൂറൽ SP S. സുരേന്ദ്രൻ. അതേസമയം ഇത്തരം സംഘടനകൾക്ക് ഇവിടം അനുയോജ്യമായ സ്ഥലമായതിനാൽ ജനം ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. തെന്മലയിൽ വനജാഗ്രതാ സമിതിയുടെ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നവര് ഇവിടെ അവരുടെ ഒരു പ്രസൻസ് നമുക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഇതുപോലുള്ള പ്രദേശങ്ങളാണ് അവര് സെലക്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള പ്രദേശങ്ങളിലാണ് അവര് വേരുറപ്പിക്കുന്നത്. അത് ഒരുപക്ഷെ ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം, നേരിട്ടോ അല്ലാതെ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുക്കത്തക്ക രീതി, കാരണം ഇതുപോലുള്ള പ്രദേശങ്ങൾ സെലക്ട് ചെയ്യുകയും പാവപ്പെട്ടവർ താമസിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളെ വേറെ ചില ചിന്താഗതികളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് മറ്റു തരത്തിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റിമറിച്ചിട്ട് നിലവിലുള്ള നിയമ സംവിധാനങ്ങളെയും നിയമസംഹിതകളെയും ഗവൺമെന്റുകളെയും എല്ലാം അതിനെതിരായിട്ടുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ അത് മുതലെടുത്തുകൊണ്ട് അത് ചൂഷണം ചെയ്തുകൊണ്ട് ഈ തകിടം മറിക്കത്തക്ക രീതിയിൽ സാമൂഹ്യ വ്യവസ്ഥിതിയെ തകിടം മറിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ഇതുപോലുള്ള ഏരിയകളിലാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. പോലീസ് മാത്രമല്ല, ഫോറസ്റ്റ് ഓഫീഷ്യൽസ് മാത്രമല്ല, മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, വനസംരക്ഷണ സമിതി ഉൾപ്പെടെ, നാട്ടുകാരുൾപ്പെടെ, പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, പഞ്ചായത്ത് മുഴുവൻ ആളുകളെയും ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ആളുകൾ ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടം. ചൊവ്വാഴ്ച രാവിലെ തെന്മല ഡാമിലുള്ള വനംവകുപ്പിന്റെ ഇൻഫർമേഷൻ സെന്ററിൽ വെച്ചാണ് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്.
പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വനസംരക്ഷണ സമിതി പ്രവർത്തകർ, ജനങ്ങൾ എന്നിവർ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത്തരം ഭീകരവാദ സംഘടനകളെ വേരുറപ്പിക്കാൻ അനുവദിക്കാതെ ഒഴിവാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബോധവത്കരണ ക്ലാസിന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം അധ്യക്ഷനായി. സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ഗിരീഷ് ബോധവത്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ കാർത്തികേയൻ, തെന്മല റേഞ്ച് ഓഫീസർ സുധീർ, ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ ജ്യോതിഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വിജയകുമാരൻ നായർ, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം വി എസ് മണി, പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തി ചിതറ വളവുപച്ചയിൽ ഉണങ്ങിയ കൂറ്റൻ മരം. മടത്തറ പാരിപ്പള്ളി സംസ്ഥാന പാതയിലാണ് മരം ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. പാതയോട് ചേർന്ന് നിൽക്കുന്ന മരം ഏതു നിമിഷവും കടപുഴകി വീഴാം. ശക്തമായ കാറ്റിൽ മരത്തിന്റെ ഉണങ്ങിയ ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴാറുണ്ട്. ദീർഘദൂര സർവീസുകളും ശബരിമല യാത്രക്കാരും വിനോദസഞ്ചാരികളും ഉപയോഗിക്കുന്ന പാതയാണിത്. പൂർണ്ണമായും ഉണങ്ങിയ മരം മുറിച്ചുമാറ്റി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് പകരം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുനലൂർ നഗരസഭ കേരളോത്സവം ഡിസംബർ 1 മുതൽ 10 വരെ വിവിധ വാർഡുകളിലായി നടക്കും. സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുന്നവർ 28-നകം എൻട്രികൾ സമർപ്പിക്കണം. കേരളോത്സവത്തിന്റെ നടത്തിപ്പിനായി നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷയായി സംഘാടക സമിതി രൂപീകരിച്ചു. സ്പോർട്സ്, ഗെയിംസ് തുടങ്ങിയവയിൽ പങ്കെടുക്കുന്നവർ പേര് വിവരം 28-ന് 3 മണിക്ക് മുൻപായി നഗരസഭാ ഓഫീസിൽ എത്തിക്കണം. മത്സരാർത്ഥികൾ നഗരസഭാ പരിധിക്കുള്ളിൽ ഉള്ളവരായിരിക്കണം. ആർട്സ് മത്സരങ്ങളുടെ എൻട്രികൾ 30-നകം നഗരസഭാ ജവഹർ ബാലകലാ ഭവനിൽ എത്തിക്കണം. പൂരിപ്പിച്ച എൻട്രികൾ അതാത് വാർഡിലെ കൌൺസിലർമാർ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി നഗരസഭാ സ്വാഗത സംഘവുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. ചിത്രയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചീറിപ്പായുന്ന ടിപ്പർ ലോറികൾ അപകടഭീതി വിതയ്ക്കുകയാണ്. അധികൃതരുടെ കൺമുന്നിൽ നടക്കുന്ന നിയമലംഘനം ഏറെ ആക്ഷേപങ്ങൾ ഉയർത്തുന്നു. ചിതറ പ്രദേശത്ത് നിരന്തരം പായുന്ന ടിപ്പർ ലോറികളിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് തെറിച്ചു വീഴുന്നത് നിത്യസംഭവമാണ്. രാവിലെയാണ് ഭീതി വിതച്ച ടിപ്പറുകൾ കൂടുതലും സർവീസ് നടത്തുന്നത്. ലോറിയുടെ ക്യാബിന്റെ ഉയരത്തിൽ വരെ വലിയ പാറകളും മെറ്റിലും കയറ്റിയാണ് ടിപ്പറുകൾ പായുന്നത്. വളവുകളിൽ വേഗത കുറയ്ക്കാതെ പായുന്നത് മൂലം പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയാണ്. ഇത് കാൽനടയാത്രക്കാരുടെ ശരീരത്തേക്കും മറ്റു വാഹനങ്ങളിലേക്കും വീഴാൻ ഇടയാകുന്നുണ്ട്. ടാർപ്പയോ പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ച് മറയ്ക്കാതെ കൊണ്ടുപോകുന്നതിനാൽ പൊടി പറക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മറ്റു യാത്രക്കാരുടെയും ബൈക്ക് യാത്രികരുടെയും കണ്ണുകളിൽ വീഴുന്നതും പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അമിത വേഗതയും അമിത ലോഡും തടയാൻ അധികൃതർ ശ്രമിക്കാത്തത് ഇവർക്ക് സഹായകരമാകുന്നു എന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തകർച്ചയിലായ ഐരക്കുഴി അമ്പലമുക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് അവഗണന തുടർന്നാൽ സമരം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. 5 വർഷത്തിലേറെയായി റോഡ് തകർന്നു കിടക്കുകയാണ്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽപ്പെടുന്ന റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. റോഡിന്റെ പൂർണ്ണമായും തകർന്ന ഭാഗങ്ങൾ നന്നാക്കുന്നതിന് പകരം തകരാത്ത ഭാഗങ്ങളുടെ എസ്റ്റിമേറ്റ് എടുത്ത് ടാർ ചെയ്തത് വിവാദമായിരുന്നു. ടിപ്പർ ലോറികൾ കൂടുതലായി സർവീസ് നടത്തിയതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. പാത ഒരേ നിരപ്പിലുള്ളതല്ലാത്തതിനാൽ ടാർ ചെയ്താലും വേഗം ഇളകുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ആവശ്യത്തിന് സ്വകാര്യ കള്ള ടാക്സി വാടകയ്ക്ക് വിളിച്ചെന്നാരോപിച്ച് പത്തനാപുരത്ത് സംയുക്ത ടാക്സി ഡ്രൈവർമാർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. പുന്നല കടശ്ശേരിയിൽ വീണ്ടും കാട്ടാനശല്യം. വനാതിർത്തിയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി ആദ്യഘട്ട കുടിയൊഴിപ്പിക്കലിന് റെയിൽവേ സംഘം 2ാം വട്ടവും എത്തുന്നു. ഡിസംബർ 2-ന് സന്നാഹവുമായി എത്തുമെന്ന് റെയിൽവേ. കിഴക്കൻ വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ലെന്ന കൊട്ടാരക്കര റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ. അതേസമയം ഭീകര സംഘടനകൾക്ക് അനുയോജ്യമായ സ്ഥലമായതിനാൽ ജനം ജാഗ്രത പുലർത്തണമെന്നും റൂറൽ എസ് പി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.